ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശും ഗിരീഷിൻ്റെ കുടുംബവും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രകാശ് കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ നിരപരാധിയാണ്, എനിക്കിനി അധികകാലം ജീവിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് രജനിയേടത്തിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഇത് കേട്ട രജനി ഗിരീഷിനോടായി ചോദിക്കുകയാണ്, ഗിരി വെറുതെ വിട്, അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. പ്രകാശ്, മീരയെ കൊന്നത് ഞാനല്ല, ഏട്ടത്തിയുടെ കുടുംബത്തിലെ അംഗമാണല്ലോ മീര. അവളുടെ നഷ്ടം നിങ്ങൾക്കാർക്കും സഹിക്കാനും കഴിയില്ല. പക്ഷേ എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും മീരയെ കൊന്നിട്ടില്ല. കൊലയാളി മറ്റെവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, അവരെ ഞാൻ കണ്ടെത്തും. ഗിരീഷ് ഇത് കേട്ട് പറയാണ്, അടുത്ത അടവുമായിട്ട് വന്നിരിക്കുകയാണല്ലേ. ഇത് കേട്ട പ്രകാശ് പറയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ തന്നെ അത് തെളിയിച്ചു തരും. തുടർന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് പ്രകാശ് കരയുന്നുണ്ട്. പ്രകാശ് പറയാണ്, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഏട്ടത്തിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗർഭിണിയാണല്ലേ, സുഖമായിരിക്കുന്നുവോ? ഇത് കേട്ട രജനി മറുപടി പറയാണ്, ഓ സന്തോഷമോ സുഖമോ ഒന്നും തന്നെയില്ല. നന്ദനെ കാണുന്നില്ല, അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. പ്രകാശ് അറിയാത്ത ഭാവത്തിൽ പറയാണ്, അയ്യോ നന്ദന് എന്തു പറ്റി? അടുത്ത രംഗത്തിൽ പ്രഭാവതിയും ദേവികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രഭാവതി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ദേവിക, രാധികയെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. നിന്നെ മനഃപൂർവ്വം കുറ്റപ്പെടുത്താനും മറ്റുമല്ല വിളിച്ചത്. എൻ്റെ മനസ്സിലെ ആദി അവരോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ്. എന്നോട് ക്ഷമിക്കണം മോളെ, അമ്മ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നന്ദൻ, അവനെ നമുക്ക് എല്ലാവർക്കും വേണം. അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ മോളെ. ദേവിക ഇത് കേട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയാണ്, അമ്മേ ഒന്ന് മിണ്ടാതിരിക്കേ. അരുന്ധതിയുടെ ആശങ്കയാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. അരുന്ധതി മന്ത്രി രാധാകൃഷ്ണനോടായി പറയാണ്, ഋഷി ഇപ്പോൾ എന്തായി, എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല. എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം. തുടർന്ന് നന്ദന്റെ തിരോധാനത്തിന് പിന്നിൽ ചന്ദ്രത്ത് കുടുംബമല്ലെന്ന് അരുന്ധതി തിരിച്ചറിയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.